ചേട്ടാ ഞാൻ വന്നതേ ന്യൂസിലൻഡിൽ മലയാളികൾക്ക് TV വേണം എന്ന് ഒരാവശ്യമായിട്ട് വന്നതാണ്. മലയാളികൾക്കോ? അയ്യോ ഞങ്ങൾക്കൊരു TV ഉണ്ട്, ഞങ്ങൾക്ക് TV ഒന്നും വേണ്ട ചേട്ടാ. ആ TV അല്ല ചേട്ടാ, പിന്നെ മലയാളം ചാനൽ, നമുക്ക് മലയാളം ചാനൽ തുടങ്ങുന്ന ചാനലോ? ന്യൂസിലൻഡിലോ മലയാളം ചാനലോ? കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ള എന്താ ചാനലിന്റെ പേര്? കോക്കനട്ട് TV. കോക്കനട്ട് TV, തേങ്ങ TV. ആ, വളരെ നല്ല കാര്യം. തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവം ഉള്ളത്. ഓക്കെ, അപ്പൊ തേങ്ങ TV എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെറുപ്പക്കാരൻ കൂടിയാണ് അത് തുടങ്ങുന്നത്? വളരെ നല്ല കാര്യം. യാതൊരു ചെലവില്ല ചേട്ടാ. ഓക്കെ, ഇതിന് സംഭാവന ഉറപ്പാണല്ലോ? കാരണം നിങ്ങൾ ആദ്യം ഇതൊക്കെ പറയും, പിന്നെ സംഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാർ വേറെ പരിപാടികളൊന്നും ഇല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ തിരക്കിന്റെ ഇടയിലും ഞാനും എന്റെ ഫാമിലിയും തീർച്ചയായിട്ടും കോക്കനട്ട് TV ഞങ്ങൾ കണ്ടിരിക്കും. അപ്പൊ കോക്കനട്ട് TVക്കും കോക്കനട്ട് TVയുടെ ഇതിന്റെ പിന്നിലുള്ള എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും എല്ലാവിധ ആശംസകളും. വളരെ നന്ദി ചേട്ടാ. അറിയോ ഒരു രക്ഷയില്ല അറിയാ. ജീവിതം ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുക തന്നെ. നഴ്സാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ഒടുക്കത്തെ തിരക്കായിരുന്നു. നടുവൊന്നും നിവർത്താനേ പറ്റുന്നില്ല. ഒന്ന് സൂചി കുത്താൻ പോലും സമയം കിട്ടില്ല എന്നല്ലേ? നിങ്ങൾക്ക് സൂചി കുത്താൻ പറ്റാണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്കിടെ ഒരു ഭയങ്കര ഒരു സ്വപ്നത്തിന് ശേഷം പിന്നെ എനിക്കൊരു ഡ്യൂട്ടി അങ്ങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോയി സ്വപ്നം കാണില്ല പരിപാടിയില്ല. നല്ല ഉറക്കം തന്നെ. ഓടൊന്നും പറയല്ലേ. വരുന്ന നമ്മുടെ ഒടുക്കത്തെ തിരക്കുള്ള മനുഷ്യൻ. കളിയാക്ക്. നിങ്ങൾ ജോലിക്കാരെ പോലെയാണോ ഞാൻ? രാവിലെ ഇറങ്ങിയത് ഒരു പണി അന്വേഷിച്ച് എവിടെ കിട്ടാൻ? ശരിയായി വന്നിട്ട് എവിടെ ശരിയാവാനോ മറ്റോ ഒന്ന് സഹായിക്കോ? വേണോ? കാരണമുണ്ട്. ഡിഷ് വാഷ് ടെക്നീഷ്യൻ. അതിന് ഞാൻ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അതിന് പോളിടെക്നിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ. നമ്മുടെ ഈ നാട്ടിലെയും വീട്ടിലെയും ചെറിയ ചട്ടിയും കലമൊക്കെ കഴുകണ പരിപാടിയില്ലേ, അത് തന്നെ. ചട്ടിയും കലം കഴുകാനോ? നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടോ? അയ്യേ, നമ്മുടെ ഏർപ്പെടുത്തുകാരനൊന്നും കാണുന്നില്ലല്ലോ. അതാ എത്തിയല്ലോ. ഏറെത്ര പിടിച്ചാൽ എന്താ 100 ആയുസ. എല്ലാവരും ഉണ്ടല്ലോ. എന്താ പരിപാടി? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. എടാ കുട്ട, ഈ കാര്യത്തിലൊന്നും ഒരു ധൃതി പാടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഞാനിവിടെ വരുമ്പോ ഇങ്ങനെ കള്ളൊന്നും അടിക്കുവായിരുന്നില്ല, നിനക്കറിയാവോ? ഇത് മേരിക്കുട്ടി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാല് ആകെ പ്രശ്നം. ഇവിടുത്തെ പിള്ളേർക്ക് പ്രാർത്ഥനാ യോഗം ഒന്നിനും ഒരു താല്പര്യമുണ്ടോ? അങ്ങനെയല്ല വേണ്ടത്. ആദ്യം പ്രാർത്ഥന, അതിനുശേഷം പോരെ ഇതൊക്കെ. പ്രാർത്ഥന കഴിഞ്ഞു, മേരിക്കുട്ടിക്ക് ഏതായാലും സമാധാനമായി കാണും. ഇനി നമുക്ക് ഓരോന്നെ പിടിപ്പിക്കാം. എന്റെ തോമസ് കുട്ടിയേട്ടാ, ഞങ്ങളെ വിളിച്ചു വരുത്തിട്ട് ഈ വില കുറഞ്ഞ വൈൻ മാത്രമേ ഉള്ളൂ ഞങ്ങക്ക്. എടാ മക്കളെ, പട്ടാളത്തിൽ നിന്ന് വിട്ടിട്ട് വർഷം 1 കഴിഞ്ഞാൽ ഭാര്യ ഇവിടെ, ഞാൻ അവിടെ. അവളുടെ നിർബന്ധം മൂലം ഞാൻ ഇങ്ങോട്ട്. ശേഷം എന്തായി? ഇവിടെ വന്നിട്ടെന്താ ഒരു ജോലിയുണ്ടോ? ഇല്ല. ഞാൻ ഇതിലും കട് കട്ടി സാധനം അടിച്ചോണ്ടിരുന്ന അവിടെ. ഇവിടെ വന്നിട്ട് ഞാനും കൺട്രിയായി. ചേട്ടാ, ഇതിനായിട്ടും ഭേദം കൺട്രി തന്നെയാട്ടാ. ഇതാ മക്കളെ, ഞാൻ തോമസ് കുട്ടി, അവള് മേരിക്കുട്ടി. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് മക്കളില്ല. ചേട്ടാ എന്തിനാ ടെൻഷൻ അടിക്കണേ? തോമസ് കുട്ടി, മേരിക്കുട്ടി, നിങ്ങളുടെ 2 പേരുടെ പേരില് കുട്ടികളുണ്ടല്ലോ. ചേട്ടൻ എന്തിനാന്ന് വിഷമിക്കുന്നത്? ഞങ്ങൾ 2 കുട്ടികളില്ല ചേട്ടന്. ചേട്ടന് വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും ഇല്ല എപ്പോഴും. ആരോ ബെല്ലടിക്കുന്നത്. മേരിക്കുട്ടി വന്നു പോകുന്നു. ചേട്ടൻ എന്നാ പണിയാന്ന് ചെയ്തു? നീയായിരുന്നോ? ഞാനല്ലാതെ പിന്നെ ഈ സമയത്ത് ആര് വരാനോ? പക്ഷെ നീയായിരുന്ന അളിയാ. മേരിക്കുട്ടി ചേച്ചിയാന്ന് വിചാരിച്ച ഞങ്ങള് വടിയായി. എന്റെ
ഒരു ഗ്ലാസ് അവിടെ എടുത്തേക്ക്. ഇതെന്താ ഇവിടെ പരിപാടി? ഇതെന്താ ഇവിടെ സംഭവം? എന്റെ സഹോദരി, ഇതെന്താ ഇവിടെ നടക്കുന്നത്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ തോമസ് ചേട്ടാ, നിങ്ങൾ ഈ സന്ധ്യാസമയത്ത് ഈശ്വരനാമം ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം പിള്ളേർക്ക് കൊടുക്കണം? അല്ല, എനിക്ക് അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ എത്ര നാള് ഈ സാധനം കുടിച്ചോണ്ടിരിക്കും? നിങ്ങൾ മിലിറ്ററി തുടങ്ങി അന്ന് എത്ര, നിങ്ങളുടെ 17ാമത്തെ വയസ്സിൽ തുടങ്ങി നിങ്ങൾ ഈ സംഭവം കുടിച്ചു തുടങ്ങിയതല്ലേ? അല്ല, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചോട്ടെ, നിങ്ങൾ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നിങ്ങളാണോ ഈ പാവം പിള്ളേരെ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? നീ മേരിക്കുട്ടിയെക്കാളും കഷ്ടമായിട്ട് ഇങ്ങനെ തോമസ് സാറിന് എന്നെ നോക്കി, നിങ്ങളെ എന്നെക്കാൾ എത്രയോ പ്രായം മൂത്തതാണ്. നിങ്ങളെ ഞാൻ ഉപദേശിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടമുള്ള സമയമാണ്. ഈ ഒരു സമൂഹത്തെ മൊത്തം നിങ്ങൾ അധപത്തിലേക്ക്, നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് നാണമുണ്ടോ? എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു. ഇതേ നോക്കി, ഈ പിള്ളേരുടെ മുഖത്തേക്ക് നോക്കിയേ. ഈ പിള്ളേര് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ഈ പിള്ളേര്, അത് ചേട്ടൻ തന്നെ ഒരു ജോലിയില്ല, തോമസ് ചേട്ടനാണ് ഒരു ജോലിയില്ല, ഈ ജോലിയിലായിരിക്കും തോമസ് ചേട്ടൻ തന്നെ. ഈ പിള്ളേരെ ഇവർക്ക് എനിക്ക് സങ്കടമുണ്ടോ തോമസ് ചേട്ടാ നിങ്ങളുടെ കാര്യം? എന്റെ ജോമോനെ, നീ ഇങ്ങനെ പറയില്ലേ? ഇവിടെ എന്നെ നോക്ക്. ഇവിടെ നമ്മുടെ ഈ പള്ളിയില് എത്ര ധ്യാനം നടക്കുന്നു. നിങ്ങക്ക് ഒരു ധ്യാനത്തിന് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ധ്യാനത്തിന് ഈ പിള്ളേരും കൂട്ടിക്കൊണ്ട് പോകാൻ ഈ നാട് തന്നെ എത്ര നന്നായാലും. ഉദാഹരണം നിങ്ങൾ എന്നെ നോക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കമ്പനിയായിരുന്നു. ഒരു ധ്യാനം കൂടി ഞാൻ നന്നായി. അതിനുശേഷം ഞാനിപ്പം മദ്യപാനില്ല. നിങ്ങൾക്കറിയോ, ഈ മദ്യപാനം കഴിക്കുന്നതിന് വലിയ തെറ്റാണ്. ഇനി അതും നിങ്ങൾ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന തന്നെ ഈ ചാത്തൻ സാധനമാണ്. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ കൂമ്പാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? കൊടുക്കൂടെ നല്ല കിടിലും നല്ല പൊളപ്പൻ സാധനം കൊടുക്കുന്നത്. ഇങ്ങോട്ട് ഇത് കൂടെ നല്ല കിടലൻ സാധനം കൊടുത്ത